നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. യുവതലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് വടക്കഞ്ചേരി IHRD കോളേജിന്റെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ സംഘടിപ്പിച്ചു. നിരവധി സംഘടനകളുടെ സഹകരണത്തോടെയാണ് സ്നേഹത്തോൺ സംഘടിപ്പിച്ചത്. കലാഭവൻ മണിയുടെ ഓർമ്മയുണർത്തി വോയിസ് ഓഫ് വടക്കഞ്ചേരി നേതൃത്വത്തിൽ നടന്ന മണികിലുക്കം നാടൻപാട്ട് മത്സരം സമാപിച്ചു. 3 ദിവസങ്ങളായി നടന്ന മത്സരത്തിൽ തൃശൂർ കതിരോല ഫോക്ക് ബാൻഡ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്ക്രീൻ പ്രിന്റിംഗ് രംഗത്ത് കയ്യൊപ്പ് ചാർത്തിയ വനിതകളുടെ കരുത്ത്. വടക്കഞ്ചേരി പുളിമ്പറമ്പിലെ ഒരു കൂട്ടം വനിതകളാണ് സ്ക്രീൻ പ്രിന്റിംഗ് ജോലിയിൽ ഇപ്പോഴും തുടരുന്നത്. ആദ്യ വെള്ളിയുടെ പുണ്യത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ. റമദാൻ വ്രതാരംഭത്തിന്റെ ആദ്യ വെള്ളിയിൽ പ്രാർത്ഥനാ നിർഭരമായി വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. യുവതലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് വടക്കഞ്ചേരി IHRD കോളേജിന്റെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ സംവിധാനമായ സംസ്ഥാനത്തെ IHRD കോളേജുകൾക്ക് കീഴിൽ വെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരിയിലും സ്നേഹത്തോൺ സംഘടിപ്പിച്ചത്. ലഹരിക്ക് അടിമപ്പെട്ട യുവതലമുറയെ സ്നേഹത്തിലൂടെ കരകയറ്റുക എന്ന ലക്ഷ്യം വെച്ച് നടത്തിയ സ്നേഹത്തോൺ കൂട്ടയോട്ടം പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് PP സുമോദ് MLA നിർവഹിച്ചു. കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. കേരളത്തെ വീണ്ടെടുക്കണമെങ്കിൽ ലഹരിയോട് നോ പറയാൻ കേരളത്തിലെ പുതിയ തലമുറക്ക് ഉൾപ്പെടെ സാധിക്കണം. അപ്പം അതുകൊണ്ട് ക്ഷണികമായ സുഖം ക്രമേണ ലഹരി എന്ന നിലയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ ഉൾപ്പെടെ ലഹരിയുടെ എല്ലാ ചതിക്കുഴികളിലേക്കും കൊണ്ടുപോകുന്ന ഈ വിപത്തിനെതിരായിക്കൊണ്ടുള്ള പോരാട്ടം നാടാകെ ഏറ്റെടുക്കേണ്ട പോരാട്ടമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ ഭരണപക്ഷവും പ്രതിപക്ഷവും അടങ്ങിയ നിയമസഭയാകെ ഒറ്റക്കെട്ടായി ഇതിനെതിരായുള്ള കവചം തീർക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ നടന്നു. സ്വാഭാവികമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളാർന്ന രാഷ്ട്രീയ പാർട്ടികളാകെ ഇതിനെതിരായുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്നു. സന്നദ്ധ സംഘടനകൾ, കോളേജ് വിദ്യാർത്ഥികൾ, കോളേജ് സംഘടനകൾ തുടങ്ങി കേരളത്തിൻ്റെ പരിച്ഛേദമാകെ ഇത്തരം പോരാട്ടത്തിനെതിരെ അണിചേരുന്ന കാഴ്ച കേരളത്തിൽ പ്രതീക്ഷ ഉണർത്തുന്ന കാഴ്ചയാണ്. പുതിയ കാലം MDMA കാലമാണ്. പുതിയ കാലം പുതിയ സിന്തറ്റിക് ലഹരികളുടെ കാലമാണ്. തേനെടുക്ക് IHRD കോളേജ് പ്രിൻസിപ്പൽ പ്രദീപ് സോമസുന്ദരം അധ്യക്ഷനായി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ബോബൻ ജോർജ്, സുരേഷ് വേലായുധൻ, K ശിവദാസൻ, CK അച്യുതൻ, ഗോപിനാഥൻ, അധ്യാപകൻ TS സുബി, കോളേജ് യൂണിയൻ ചെയർമാൻ അഭിഷേക് എന്നിവർ സംസാരിച്ചു. സ്നേഹത്തോൺ പരിപാടിക്ക് ശേഷം തേനെടുക്ക് IHRD കോളേജിൽ സ്നേഹമതിൽ തീർത്തു. തുടർന്ന് നടന്ന സ്നേഹസംഗമത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. കലാഭവൻ മണിയുടെ ഓർമ്മകൾ ഉണർത്തി വോയിസ് ഓഫ് വടക്കഞ്ചേരി നേതൃത്വത്തിൽ നടന്നു വന്ന മണികിലുക്കം നാടൻപാട്ട് മത്സരം സമാപിച്ചു. തൃശൂരിലെ കതിരോല ഫോക്ക് ബാൻഡ് 1ാം സ്ഥാനം നേടി. കാസർഗോഡുള്ള മധുറു അമ്മ കലാ സാംസ്കാരിക സമിതി 2ാം സ്ഥാനവും എറണാകുളത്തെ ശക്തി കലാസംഘം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മുൻ മന്ത്രി KE ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. മോഹനൻ പള്ളിക്കാട് അധ്യക്ഷനായി. പൊറാട്ട് കലാകാരൻ എരുമിയൂർ രാമകൃഷ്ണൻ, ജനാർദ്ദനൻ പുതുശ്ശേരി, K ബാലൻ, P ഗംഗാധരൻ, KP സണ്ണി, വിപിൻ ദാസ്, ഷിബു മംഗലം എന്നിവർ സംസാരിച്ചു. കാടുകൾ തോറും നടക്കും മുല്ലപ്പൂക്കൾ പറിച്ചു കൃഷ്ണൻ, മുത്തണിമലയും കോർത്തു രാമൻ പരശുരാമനും പണ്ട് ഭൂമിയും വെട്ടിപ്പിടിച്ചേ, ഭൂമി ഉറയ്ക്കാതെ കണ്ടു ലക്ഷ്മൺ, ബുദ്ധികളഞ്ചും മടുത്തു, ഭൂമി ഉറച്ച് സുഖമായെന്ന് നാടുവഴുവാനാളില്ല.
സ്ക്രീൻ പ്രിന്റിംഗ് രംഗത്ത് കയ്യൊപ്പ് ചാർത്തിയ വനിതകളുടെ കരുത്ത്. കഴിഞ്ഞ 20 വർഷത്തോളമായി സ്ക്രീൻ പ്രിന്റിംഗ് ജോലികൾ സ്വന്തമായി ചെയ്തു വരികയാണ് വടക്കഞ്ചേരി ഗ്രാമം പുളിമ്പറമ്പിലെ ഒരു കൂട്ടം വനിതകൾ. പുളിമ്പറമ്പ് സ്വദേശിനി സിന്ധുവാണ് ജോലികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവരോടൊപ്പം ഉഷയും ധനലക്ഷ്മിയും കൂട്ടിനുണ്ട്. സിന്ധുവിൻ്റെ വീടിനോട് ചേർന്നുള്ള സ്വന്തമായി സ്ക്രീൻ പ്രിന്റിംഗ് മെഷീനോട് കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. കോവിഡിന് മുമ്പ് 14 പേരോളം ജോലിക്കുണ്ടായിരുന്നു. ഇപ്പോഴത് 3 ചുരുങ്ങി. ആധുനിക യന്ത്രവൽക്കരണത്തിൻ്റെ കടന്നുകയറ്റം സ്ക്രീൻ പ്രിന്റിംഗ് മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഇവർ തളരുന്നില്ല. വിവാഹ ക്ഷണപത്രിക, ബാഗുകളിലും ഡ്രസ്സുകളിലും വിവിധ പേരുകൾ പ്രിന്റ് ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നായി നിരവധി സ്ഥാപനങ്ങൾക്ക് ബാഗുകളിലും കവറുകളിലും പേരുകൾ പ്രിന്റ് ചെയ്തു കൊടുക്കും. ടീഷർട്ടുകൾ, സാരികൾ എന്നിവയ്ക്കുള്ള വിവിധ ചിത്രങ്ങളും ലോഗോകളും ഇവ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. സ്ക്രീൻ പ്രിന്റിംഗ് മേഖല പുറകോട്ടടിച്ചു തുടങ്ങിയപ്പോൾ ഇവർ തന്നെ സ്വന്തമായി ബാഗ് നിർമ്മാണ യൂണിറ്റും ആരംഭിച്ചു. പ്രകൃതിക്കിണങ്ങുന്ന തരത്തിലുള്ള പേപ്പർ ബാഗുകളും മറ്റു ബാഗുകൾ ഉൾപ്പെടെ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കും. ഉടൻ തന്നെ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് വിപുലീകരിച്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്ന സിന്ധു പറഞ്ഞു. റമദാൻ വ്രതാരംഭത്തിലെ ആദ്യ വെള്ളിയുടെ പുണ്യത്തിൽ വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയിൽ നിരവധി വിശ്വാസികളാണ് പള്ളികളിൽ നമസ്കാരത്തിനായി എത്തിയത്. റമദാൻ മാസത്തിലെ ആദ്യ 10 കാരുണ്യത്തിൻ്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെയും മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെയും എന്നാണ് വിശ്വാസം. റമദാൻ വ്രതാരംഭം തുടങ്ങിയതോടെ ദാനധർമ്മങ്ങളുടെ കൂടി മാസമായി കണക്കാക്കും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നുകളും റമദാൻ മാസത്തിൽ തുടക്കം കുറിക്കും. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാതല കോൺക്ലേവ് സംഘടിപ്പിച്ചു. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ തടയുന്നതിനും ലഭ്യമായ സേവനങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനും വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ജെൻഡർ ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ക്രൈം മാപ്പിംഗ് ജില്ലാതല കോൺക്ലേവ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ജനകീയമായി ചെയ്യുന്നു. എല്ലാ വാർഡിനകത്തും നമ്മുടെ സംവിധാനം ഉണ്ടാകുന്നു. തൊട്ടയൽപ്പക്കത്തെ ബന്ധങ്ങളിൽ വരുന്ന ശിഥിലമായ പ്രശ്നങ്ങൾ, നമ്മളൊക്കെ വീടുകൾ കണ്ടെത്തി നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇന്ന് അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്, അല്ലെ? അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിനുള്ള പ്രാപ്തിയിലേക്ക് നമ്മുടെ സ്ത്രീകളെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നം ആരോരും അറിയാതെ പരിഹരിച്ചു പോകണമെന്നുള്ളതല്ല, ആ പരിഹാരം കാണാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാൻ സാധിക്കുന്നുണ്ട്. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 6 പഞ്ചായത്തുകളിൽ കുടുംബശ്രീ CDSകൾ ക്രൈം മാപ്പിംഗ് സർവേ നടത്തി. കേരളശ്ശേരി, മരുതറോഡ്, കൊല്ലങ്കോട്, ഷോളയൂർ, ലക്കിടിപ്പേരൂർ, നാഗലശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലെയും 50 സ്ത്രീകളിൽ നിന്നാണ് സാമ്പിൾ ശേഖരണം നടത്തിയത്. ഇതിനായി പരിശീലനം ലഭിച്ച റിസോഴ്സ് പേഴ്സൺമാർ ഓരോ CDSന് കീഴിലും നിയമിച്ചിരുന്നു. ശേഖരിച്ച റിപ്പോർട്ടുകൾ വിശകലനം ചെയ്ത് എല്ലാ വകുപ്പുകളും ചേർന്ന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആവിഷ്കരിച്ച പദ്ധതികൾ പഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺക്ലേവിൽ ഏകോപിപ്പിച്ചു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കുടുംബശ്രീ ജെൻഡർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഗ്രീഷ്മ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അനുരാധ, വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചെത്തിയ കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വനിതകൾക്കായി സാരി റൺ സംഘടിപ്പിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും കേരളത്തിലെ യുവത്വം ലഹരിക്ക് അടിമപ്പെടുന്നതിനും എതിരെയാണ് സാരി റൺ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ TP വിപിൻ, ഡോക്ടർ S ദീപക്, ഡോക്ടർ ജയപ്രിയ, ഡോക്ടർ അനൂപ് രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ വരുമ്പോൾ 3 കിലോമീറ്റർ ഓടുക, അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് ഫോർച്ചുനേറ്റ്ലി നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കിട്ടി. ഈ പറഞ്ഞ പോലെ നമ്മുടെ ചീഫ് ഗസ്റ്റും ഒരു ലേഡി തന്നെ ആയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഐശ്വര്യ മാഡം SI. പിന്നെ റണ്ണിങ് കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയിൽ വെൽ നോൺ ആയിട്ടുള്ളൊരു റണ്ണർ ഉണ്ട്, ഡോക്ടർ ധ്രുതി ബാൽ എന്ന പേര്. അവർ ഒറീസയിൽ നിന്ന് വരുന്നത്. അവരുടെ ഇൻസ്റ്റാ ഹാൻഡിൽ തന്നെ അത് സാരി റണ്ണർ എന്നാണ്. അവർ അൾട്രാ മാരത്തോൺസും 24 hours കണ്ടിന്യൂസ്ലി സാരി എടുത്ത് ഓടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന സർക്കാർ ഏലപ്പുള്ളി ബ്രൂവറി തുടങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇരട്ടത്താപ്പാണെന്ന് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ. ഏലപ്പുള്ളിയിൽ മദ്യക്കമ്പനി തുടങ്ങുന്നതിനെതിരെ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും ജോർജ് സെബാസ്റ്റ്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതുശ്ശേരി ശ്രീനിവാസൻ, കെ സുഭാഷ്, വി ശിവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മന്ത്രി നിയമസഭയിലൊക്കെ പറയുന്നത് നിയമാനുസൃതമായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ DPR ചോദിക്കുമ്പോൾ അവിടെ ഇല്ല, ഈ പരിസ്ഥിതി ആഘാത പഠനം ഇല്ല. റെഡ് കാറ്റഗറി ഇൻഡസ്ട്രിക്ക് അങ്ങനെ നിയമാനുസൃതമായിട്ട് ഇതിന് അനുമതി കൊടുക്കാൻ അങ്ങനെ പറ്റില്ല. അതുണ്ടാവും. അത് നിയമസഭയിൽ ഇത് ചോദിക്കുന്നുമില്ല. നമ്മൾ നിയമസഭയിൽ ഒരു ഭാഗത്തുനിന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് ചോദിക്കാമല്ലോ, DPR ഉണ്ടോ, അതിന്റെ കോപ്പി ഉണ്ടോ, അല്ലെങ്കിൽ പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നാട്ടുകാരത്തൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ ഇപ്പോൾ സാധ്യതയില്ല. പക്ഷെ സമാനമായ ഒരു പഠനം ഇതിൽ നടന്നിട്ടുണ്ട്. ഇവര് പഞ്ചാബിലാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ അവരുടെ യൂണിറ്റുള്ള. ആ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വെച്ചാൽ അവർ ധാരാളം ബോർവെല്ലുകൾ അവിടെ കുഴിച്ചിട്ടുണ്ട്. ഈ ബോർവെല്ലുകൾ കുഴിച്ചിട്ട് ഇതിനകത്ത് ഇവരുടെ ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ടല്ലോ, എന്ന് പറയുന്നത് 4 തരം ഭീകരമായ കെമിക്കൽസ് അടങ്ങുന്ന കണ്ടാമിനേറ്റഡ് വാട്ടർ ഈ പറയുന്ന ഈ ഉപയോഗിക്കാത്ത ബോർവെല്ലുകളിലേക്ക് അവർ റീചാർജ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് 12 കിലോമീറ്റർ ദൂരത്തോളം ഭൂഗർഭജലത്തിൽ ഇത്രയും കണ്ടാമിനേഷൻസ് വരുന്ന. വേനൽ കനക്കുന്നതിന് മുമ്പേ നഗരസഭാ പരിധിയിൽ മിക്കയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് BJP പ്രവർത്തകർ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കഴിഞ്ഞ 22 ദിവസമായി നഗരത്തിലെ പല വാർഡുകളിലും കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ, മിലൻ, നവീൻ വടക്കന്തറ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. കിഴക്കഞ്ചേരി തിരുവറ മഹാശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി മേലെടുത്തുമന മാധവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി താമരശ്ശേരി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഉഷപൂജ, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട്, വൈകിട്ട് പഞ്ചാരിമേളത്തോടെ കാഴ്ചശീവേലി എന്നിവ ഉണ്ടായിരുന്നു.